ഉപ്പിട്ട ഒരു നാരങ്ങ വെള്ളം ഈ ചൂടത്തേക്ക് ബെസ്റ്റ് അല്ലേ? സോഡ സർബത്തിൽ മാംഗോ ജ്യൂസ് ഒഴിച്ചാൽ എന്ത് പറ്റും എന്ന് ആലോചിച്ചിട്ടുണ്ടോ? 12,128 പേർക്ക് റാവുത്തർ ദം ബിരിയാണി ഉണ്ടാക്കാൻ എത്ര കിലോ അരി വേണം എന്ന് അറിയാമോ? നിങ്ങൾ ചിറക് മുളച്ച് ആകാശത്ത് കൂടി പറന്ന് നടക്കുന്നതോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് 50 വില്ലന്മാരെ ഇടിച്ച് താഴെ ഇടുന്നതോ ഒക്കെ ആയിട്ടുള്ള സ്വപ്നങ്ങൾ കണ്ടതിന് ശേഷം അതൊന്ന് എഴുതി സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട പഞ്ച് ഡയലോഗ് മറ്റൊരു നടൻ മറ്റൊരു ശൈലിയിൽ പറഞ്ഞാൽ എങ്ങനെയുണ്ടാവും എന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ആരെയും വീഴ്ത്താൻ പറ്റുന്ന ആ 2 വരി പാട്ട് എഴുതാൻ താല്പര്യമുണ്ടോ? പ്രൊഡക്ടിവിറ്റിയും വർക്കുമൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ AI കൊണ്ട് നമ്മൾക്ക് ചെയ്യാൻ സാധിക്കുന്ന രസകരമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. പലപ്പോഴും ആളുകൾ ഈ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളെ അധികം എക്സ്പ്ലോർ ചെയ്യാറില്ല. പക്ഷേ നമ്മളുടെ പ്രോംപ്റ്റിംഗ് പഠനത്തിൻ്റെ സ്റ്റേജിൽ ഇങ്ങനെ ക്രിയേറ്റീവായിട്ടുള്ള പ്രോംപ്റ്റുകൾ എക്സ്പ്ലോർ ചെയ്യുന്നത് ഭയങ്കരമായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഒന്ന്, നമ്മളുടെ ക്രിയേറ്റിവിറ്റി കൂടും എന്നത് തന്നെയാണ്. 2, നമ്മൾ ഉപയോഗിക്കുന്ന AI ടൂളിനെ നമുക്ക് കൂടുതൽ മനസ്സിലാകും, എങ്ങനെയാണ് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മൂന്നാമത്തേതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മളുടെ പ്രോംപ്റ്റിംഗ് സ്കിൽസ് ഡെഫിനറ്റ്ലി ഇംപ്രൂവ് ആവും. പ്രോംപ്റ്റിംഗ് ഒരു സ്കില്ലാണ് എന്ന് നമ്മൾ കണ്ടു. അങ്ങനെയെങ്കിൽ ഈ സ്കില്ല് ഇംപ്രൂവ് ചെയ്യാൻ നമ്മൾ പല ആംഗിളിൽ പല പേഴ്സ്പെക്റ്റീവിൽ പരീക്ഷണങ്ങൾ നടത്തി നോക്കണം. അപ്പോൾ ഇനി ChatGPT തുറന്ന് ChatGPTയോടൊന്ന് ചോദിച്ചു നോക്കൂ, നമുക്കൊരു നാരങ്ങ വെള്ളം കാച്ചിയാലോ?